Hello everyone, welcome back to the channel. നമ്മൾ ഇന്ന് ക്ലാസ് 11th മാത്സ് ചാപ്റ്റർ 1 സെറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സെറ്റ്സ് എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ടോപ്പിക്കാണ് സെറ്റ്സ്. അപ്പോൾ എന്താണ് സെറ്റ്സ്? നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണ് സെറ്റ്സ് അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് ഓബ്ജെക്ട്സ്. ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്ക് തന്നെയാണ്. എന്താണ് അപ്പോൾ സെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതൊരു കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് തന്നെയാണ്, പക്ഷെ വെൽ ഡിഫൈൻഡ് ആയിരിക്കണം എന്ന് മാത്രം. അപ്പോൾ ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ട് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സിനെ വിളിക്കുന്ന പേരാണ് ഇത് സെറ്റ്സ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ തന്നെ സ്കൂളിൽ എടുക്കാം. നമ്മുടെ സ്കൂളിലെ +1 പഠിക്കുന്ന മാത്സ് പഠിക്കുന്ന കുട്ടികളുടെ കളക്ഷൻ എടുക്കുകയാണെങ്കിൽ അതെന്താണ്? വെൽ ഡിഫൈൻഡ് കളക്ഷനാണ്. അതിന് നമുക്കൊരു സെറ്റായിട്ട് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ വേറെ ഇംഗ്ലീഷ് ആൽഫബറ്റ് A to Z ആ ലെറ്റേഴ്സിൽ വൗവൽസ് നമുക്കറിയാം. A, E, I, O, U എന്ന് പറയുന്നതാണ് അവിടുത്തെ വൗവൽസ്. ആ വൗവൽസിന്റെ കളക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു സെറ്റാണ്. ഇപ്പം നമ്പേഴ്സിന്റെ കേസ് എടുക്കുവാണെങ്കിൽ നാച്ചുറൽ നമ്പർ 1, 2, 3, 4, 5, 6 അങ്ങനെ ഇൻഫിനിറ്റി വരെ പോകുന്ന ആ നമ്പർ, ആ കളക്ഷൻ, നമ്പേഴ്സിന്റെ കളക്ഷൻ എന്ന് പറയുന്നത് ഒരു സെറ്റായിട്ടാണ് കൺസിഡർ ചെയ്യാം. അതുപോലെ ഒരുപാട് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഓൾ നമ്പറിന്റെ കളക്ഷൻ, അതുപോലെ തന്നെ ഈവൻ നമ്പേഴ്സിന്റെ കളക്ഷൻ, ഓഡ് നമ്പേഴ്സിന്റെ കളക്ഷൻ. ഇതെല്ലാം എന്താണ്? സെറ്റ്സിന്റെ ഗ്രൂപ്പിൽ വരുന്നതാണ്. അപ്പൊ ഈ സെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ് സെറ്റ്സ് എന്ന് പറയുന്നത്. ഡെഫിനേഷൻ ആയിട്ട് പറഞ്ഞാൽ സെറ്റ്സ് ആർ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. ഇനി ഇതിനകത്ത് ഒബ്ജക്ട്സിനെ വിളിക്കുന്ന പേരാണ് മെമ്പേഴ്സ് അല്ലെങ്കിൽ എലമെന്റ്സ്. ഒബ്ജക്ട്സ് ഓഫ് ദ സെറ്റ്സ് ആർ കോൾഡ് മെമ്പേഴ്സ് ഓർ ദ എലമെന്റ്സ് ഓഫ് ദ സെറ്റ്. നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് സെറ്റ്സിനെ നമ്മൾ യൂഷ്വലി ഡിനോട്ട് ചെയ്യുന്നത്. അതായത് ക്യാപിറ്റൽ A, B, C എന്നൊക്കെ പറയുന്ന ലെറ്റേഴ്സ് ഉപയോഗിച്ച് A, B, C, D ഇങ്ങനെ പറഞ്ഞു പോകുന്ന ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ്, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് സെറ്റ്സ് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ ഈ സെറ്റ്സിനകത്ത് മെമ്പേഴ്സ് ഉണ്ടല്ലോ അല്ലെങ്കിൽ എലമെന്റ്സ് ഉണ്ടല്ലോ, അതിന് സ്മോൾ ലെറ്റർ A, B, C, D, E ഇങ്ങനെ പറഞ്ഞു പോകുന്ന സ്മോൾ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി ഒരു സെറ്റിനകത്ത് ഒരു മെമ്പർ, അതായത് എക്സ് എന്നുള്ള ഒരു മെമ്പർ എ എന്നുള്ള സെറ്റിനകത്ത് ഉണ്ടെങ്കിൽ, അതായത് എലമെന്റ് ആണെങ്കിൽ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് എക്സ് എലമെന്റ് ഓഫ് എ. എക്സ് എന്ന് പറയുന്ന എ എന്ന് പറയുന്ന സെറ്റിനകത്ത് മെമ്പർ ആണെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയാണ് എക്സ് എലമെന്റ് ഓഫ് എ. ഇനി അത് മെമ്പർ അല്ല എങ്കിലോ, എക്സ് എന്നത് എയിലെ മെമ്പർ അല്ല എന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ തിരിച്ചൊരു സ്ലാഷ് കൊടുക്കാം. അപ്പൊ നോട്ട് ആൻ എലമെന്റ് ഓഫ് വായിക്കുന്നുണ്ട്, നോട്ട് ആൻ എലമെന്റ് ഓഫ് എ. എക്സ് ഈസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് എ. അപ്പൊ സെറ്റ്സ് എന്ന് പറഞ്ഞാൽ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ്. ആ ഒബ്ജക്ട്സിനെ നമ്മൾ മെമ്പേഴ്സ് അല്ലെങ്കിൽ എലമെന്റ്സ് എന്ന് വിളിക്കാം. ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് സെറ്റ്സിനെ ഡിനോട്ട് ചെയ്യുന്നത്. സ്മോൾ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ആ സെറ്റ്സിനകത്ത് മെമ്പേഴ്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി സെറ്റ്സിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് 2 മെത്തേഡുകളാണുള്ളത്. ഒന്ന് റോസ്റ്റർ മെത്തേഡ് അല്ലെങ്കിൽ ടാബുലാർ ഫോം എന്ന് പറയും. രണ്ടാമത്തെ മെത്തേഡ് സെറ്റ് ബിൽഡർ ഫോം. 2 മെത്തേഡ് ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാറുണ്ട്. ഒന്നാമത്തെ മെത്തേഡ് റോസ്റ്റർ ഫോം. എന്താണ് റോസ്റ്റർ ഫോം എന്ന് നോക്കാം. റോസ്റ്റർ ഫോമിന്റെ മറ്റൊരു പേരാണ് ടാബുലാർ ഫോം. ഓക്കെ, റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമ്മൾ സെറ്റിനകത്തെ മെമ്പേഴ്സിന്റെ കാര്യം പറഞ്ഞല്ലോ. ഈ ഓരോ മെമ്പേഴ്സിനെ നമ്മൾ കോമ ഇട്ട് വേർതിരിച്ച് ബ്രാക്കറ്റിനകത്ത്, കേളി ബ്രാക്കറ്റിനകത്ത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോഴാണ് ആ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് റോസ്റ്റർ ഫോം. അതായത് ഇങ്ങനെയുള്ള ബ്രാക്കറ്റിനകത്ത് ഇപ്പൊ A, B, C, D ഇങ്ങനെ കോമ ഇട്ട് വേർതിരിച്ച് എലമെന്റ്സിനെ എഴുതുന്ന രീതി, ഈ ബ്രാക്കറ്റിനകത്ത് കോമ ഇട്ട് വേർതിരിച്ച് എഴുതുന്ന മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലാർ ഫോം. ഓക്കെ, ഇനി ഇതിനകത്ത് എലമെന്റ്സ് എഴുതുമ്പോൾ നമ്മൾ ഒരു തവണ മാത്രമേ എഴുതാറുള്ളൂ. നമ്മുടെ സെറ്റിനകത്ത് റിപ്പീറ്റഡ് ആയിട്ട് എലമെന്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അതങ്ങനെ എഴുതാറില്ല. അതായത് A റിപ്പീറ്റ് ചെയ്ത് ഇപ്പൊ A, B, C, D ഇങ്ങനെ എഴുതാറില്ല. എങ്ങനെ എഴുതും? റിപ്പീറ്റ് ചെയ്താലും ഒരു തവണ മാത്രമേ നമ്മൾ മെമ്പർ എഴുതുള്ളൂ. A, B, C, D റിപ്പീറ്റ് ചെയ്ത് വരുന്നതിന് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ എഴുതില്ല, ഒരു തവണ മാത്രമേ ബ്രാക്കറ്റിനകത്ത് എഴുതുള്ളൂ. അതുപോലെ ഓർഡർ എന്ന് പറയുന്നത് ഇമ്മെറ്റീരിയൽ ആണ്. അതായത് ഓർഡറിന് പ്രാധാന്യമില്ല അതിനകത്ത്. ഇപ്പോൾ ബ്രാക്കറ്റിനകത്ത് ഇങ്ങനെ എഴുതുമ്പോൾ ഓർഡർ നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. ഓർഡർ ഏതൊരു ഓർഡറിൽ വേണമെങ്കിലും നമുക്ക് എഴുതാം. കോമായിട്ട് വേർതിരിച്ച് എല്ലാം ഒരു തവണ മാത്രമേ എഴുതാൻ പാടുള്ളൂ. അപ്പൊ ഈ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലാർ ഫോം.
ഓക്കെ, രണ്ടാമത്തെ മെത്തേഡാണ് സെറ്റ് ബിൽഡർ ഫോം. സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞാൽ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന സെറ്റിനകത്തെ മെമ്പേഴ്സിനെ എല്ലാം ഒരു പ്രോപ്പർട്ടി ഫോളോ ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഫോളോ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് എഴുതുന്നത്. അപ്പോൾ ആ സെറ്റിനകത്തെ എല്ലാ എലിമെന്റുകളും ആ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യണം, സാറ്റിസ്ഫൈ ചെയ്യണം. ആ മെമ്പർ ആ സെറ്റിനകത്തെ എല്ലാ മെമ്പറും ആ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിൽ എഴുതുന്ന ആ രീതിയെ വിളിക്കുന്ന പേരാണ് സെറ്റ് ബിൽഡർ ഫോം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് പറയാം സെറ്റ് എ എന്ന് പറഞ്ഞത് ഞാൻ ഇപ്പോൾ 1 3 5 ഇങ്ങനെ എഴുതിയെന്ന് വെച്ചു. 1 3 5 ഇതേത് മെത്തേഡാണ്? ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ മെത്തേഡ് റോസ്റ്റർ ഫോം ആണ്. ഇനി കോമ ആയിട്ട് വേർതിരിച്ച് മെമ്പേഴ്സിനെ എഴുതുന്നു. 1 3 5 ഇതെന്താണ്? റോസ്റ്റർ ഫോം ആണ്. ഇതിന്റെ സെറ്റ് ബിൽഡർ ഫോം എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ വരും? ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞ സെറ്റിനെ ഞാനൊരു ഒരു ആർബിട്രറി മെമ്പറിനെ ഞാൻ എങ്ങനെ റെപ്രസെന്റ് ചെയ്യണം? ഒരു വേരിയബിൾ വെച്ച് റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു ദ സെറ്റ് ഓഫ് ഓൾ എക്സ്, കുറെ എക്സുകളുടെ കളക്ഷൻ ആണ്. സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് എ, എക്സ് എന്ന് പറഞ്ഞാൽ എവിടെയുണ്ട്? എ എന്ന് പറഞ്ഞ സെറ്റിനകത്തുണ്ട്. ഇനി എന്താണ് കണ്ടീഷൻ അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് എന്താ അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടി എന്താണ്? എക്സ് ഈസ് ആൻ ഓഡ് നമ്പർ. X is an odd number. X is an odd number and x less than or equal to 5. X is less than or equal to 5. X എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഒരു ഓഡ് നമ്പർ ആണ്. അത് 5ലും താഴെ വരുന്ന 5ഓ അല്ലെങ്കിൽ 5ൽ താഴെയോ വരുന്ന ഓഡ് നമ്പേഴ്സിന്റെ കളക്ഷൻ ആണ്. അങ്ങനത്തെ ആ നമ്പേഴ്സിന്റെ കളക്ഷൻ ആണ് ക്യാപിറ്റൽ എ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം എഴുതിയിരിക്കുന്നത് നമ്മുടെ റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലാർ ഫോമും, ഇപ്പൊ എഴുതിയിരിക്കുന്നത് ഒരു വേരിയബിളിനെ നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മൾ എഴുതിയേക്കുവാണ്. ഈ സെറ്റിനകത്ത് എല്ലാ എലമെന്റും ഈ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. ഏത് പ്രോപ്പർട്ടിയാ? എക്സ് ഇസ് ആൻ ഓഡ് നമ്പർ. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ എക്സുകൾ എന്തായിരിക്കണം? ഒരു ഓഡ് നമ്പർ ആയിരിക്കണം. അപ്പം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആയിരിക്കണം. ഈ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ എക്സുകളുടെ കളക്ഷനാണ് ഞാൻ ക്യാപിറ്റൽ എയിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എഴുതുന്ന ഈ ഒരു റൂൾ ഉപയോഗിച്ച് എഴുതുന്ന ആ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് സെറ്റ് ബിൽഡർ ഫോം. അപ്പൊ എക്സാംസിന് ചോദിക്കും റോസ്റ്റർ ഫോമിൽ തന്നിട്ട് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാനും സെറ്റ് ബിൽഡർ ഫോമിൽ തന്നിട്ട് തിരിച്ച് റോസ്റ്റർ ഫോമിൽ എഴുതാനുള്ള പ്രോബ്ലംസ് നമുക്ക് എക്സാംസിന് ചോദിക്കാറുള്ളതാണ്. ഓക്കെ, വേറൊരു എക്സാം നോക്കാം. ഇപ്പോൾ എ ഈക്വൽ ടു സെറ്റ് ഞാൻ 2 4 6 8 എക്സെട്ര ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, 2 4 6 8 എക്സെട്ര. ഇതിനെ എങ്ങനെ എനിക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാൻ പറ്റും? ഇവിടുത്തെ എലമെന്റ്സുകൾ ശ്രദ്ധിച്ചാൽ 2 4 6 8 എൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ എ എങ്ങനെ എഴുതാൻ പറ്റും? എ ഈക്വൽ ടു ഇതുപോലെ തന്നെ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ദ എലമെന്റ് ഓഫ് എ. എക്സ് എന്ന് പറഞ്ഞാൽ എയിലെ മെമ്പർ ആണ്. ഇനി എക്സിന്റെ കണ്ടീഷൻ എങ്ങനെ കൊടുക്കണം? ഈ എലമെന്റുകൾ എങ്ങനെയാ? 2 4 6 8 എങ്ങനെയാ പോകുന്നത്? എക്സ് ഈക്വൽ ടു സം 2 into n അങ്ങനെ കൊടുക്കാമല്ലോ. എക്സ് ഈക്വൽ ടു 2n. ഇവിടെ ഒരു റൂള് വേണം മാത്രമേ ഉള്ളൂ. എക്സ് ഈക്വൽ ടു 2n വേർ n ഈസ് ദ എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എൻ. നാച്ചുറൽ നമ്പറിന്റെ സെറ്റിൽ നിന്ന് n എടുക്കുക. അങ്ങനെ ഓരോ നാച്ചുറൽ നമ്പറും എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന 2nകളുടെ കളക്ഷൻ അതാണ് ക്യാപിറ്റൽ എയിൽ വരിക. ഓരോന്നും നിങ്ങൾ ചെക്ക് ചെയ്തോ. ഫസ്റ്റ് നാച്ചുറൽ നമ്പർ എന്താണ്? 1 ആണ്. n ഈക്വൽ ടു 1 ആയാൽ എക്സ് ഈക്വൽ ടു 2 അല്ലേ? n ഈക്വൽ ടു 2 ആയാൽ എക്സ് ഈക്വൽ ടു 4. n ഈക്വൽ ടു 3 ആയാൽ എക്സ് ഈക്വൽ ടു 6. n ഈക്വൽ ടു 4 ആയാൽ എക്സ് ഈക്വൽ ടു 8. നമ്മുടെ സെറ്റ് തന്നെയല്ലേ ഇത്? 2 4 6 8 എക്സെട്ര. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ വേർഡ്സ് മാത്രമായിട്ട് എഴുതണം എന്നില്ല. ഇങ്ങനെ എക്സ് ഈക്വൽ ടു സം 2n n എലമെന്റ് ഓഫ് n ഈ രീതിയിൽ എന്ത് തന്നെയാണ് ഒരു സെറ്റ് ബിൽഡർ ഫോമിന് എക്സാമ്പിൾ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് സെറ്റ്സിനെ പറ്റിയാണ്. സെറ്റ്സ് എന്താണ്, അതിന്റെ റെപ്രസെന്റേഷനെ പറ്റി പറഞ്ഞു. രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാം. രണ്ടാമത്തെ മെത്തേഡ് സെറ്റ് ബിൽഡർ ഫോം. അങ്ങനെ രണ്ട് മെത്തേഡുകളെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ കൂടുതൽ പ്രോബ്ലംസ് നമ്മൾ വരുന്ന വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.